സ്വാഭാവികമായിട്ടും പിന്നീട് വന്നു ഈ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രൂപത്തിൽ പറയുന്നതിന് പകരം ഇത് തെറ്റ് പറ്റി എന്ന രീതിയിൽ തന്നെ അതൊരു വീഴ്ച പറ്റിയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു മറുപടിയായിരുന്നു, സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, അതിൽ ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. അത് പറയുന്നതോട് കൂടിയിട്ട് വേറെ ആരും പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കും, മന്ത്രി രാജിവെക്കണം എന്ന് പറയും. അത് ഒരു കുറേ കാലമായിട്ട് നടന്നു വരുന്നത് LDF ആണെങ്കിലും UDF ആണെങ്കിലൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ തരത്തിൽ പറയുന്നതാണ്. അതല്ലാത്ത രീതിയിൽ തന്നെ തൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾ ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല ചോദിക്കുന്നത്. അത് അങ്ങനെ ചോദിക്കലല്ലോ. ഈ ഉണ്ടായ സംഭവത്തിൻ്റെ ഒരു കാര്യത്തിൽ അതിന് വിശദീകരണം നൽകുക, പിന്നീട് അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് വാസവൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് അന്വേഷിക്കണ്ടേ, അന്വേഷിച്ചതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ്. അതായത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഈ കെട്ടിടം വീണതിന് ശേഷം ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ ശരിക്കും JCB മറ്റും എത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തുകൊണ്ട് ഇത്രയും സമയം വൈകി, അതിന് കാരണം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ തന്നെ ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവിടെ ആരുമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കാരണം ഒരു നടപടിയിലേക്ക് പോകണമെങ്കിൽ, പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകണമെങ്കിൽ അതിനെ തടയുന്ന അറിഞ്ഞോ അറിയാതെയോ ആരുടെയും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് പകരം അതിനെയൊക്കെ തടയുകയും അത് ഗൂഢാലോചനയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഹസ്കർ പറഞ്ഞിടത്താണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷമ പറയുക എന്ന് പറയുന്നതാണ് ഏത് അധികാരത്തിലുള്ള ആളുകളുടെയും ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, വേണ്ടി വന്നാൽ ക്ഷമ പറയുക, അത് ആളുകൾ കൂടുതൽ വാല്യൂ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അത് ഉണ്ടാവുന്നില്ല, നിരാശയാണ്. ഡോക്ടർ വി രാമൻകുട്ടി, ഈ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രശംസിക്കപ്പെട്ട ഒരു മേഖലയാണ്, ഒരു മോഡലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മോഡലാണ് കേരളത്തിനുള്ളതെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഏതെങ്കിലും വിമർശനങ്ങളാൽ ഒരു നിലയ്ക്കും അതിൻ്റെ ഖ്യാതിയും പ്രഭയും കെട്ടുപോകരുതെന്നൊരു വാശി സർക്കാർ വല്ലാതെ കാണിക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തെ നാം തന്നെ വിമർശിക്കുന്നു, നമ്മളുണ്ടാക്കിയ സിസ്റ്റമാണല്ലോ, അതിനെ വിമർശിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഗവൺമെൻറ് കെടുത്തിക്കളയാൻ നിൽക്കുന്നു എന്ന മട്ടാണ്. സത്യത്തിൽ ഇതിൻ്റെ ഈ പരിക്കുകളുണ്ടല്ലോ, ഇപ്പോൾ ആശുപത്രിയിൽ ഉപകരണങ്ങളില്ല, പേർച്ചേഴ്സ് വൈകുന്നു, അല്ലെങ്കിൽ ഈ പഴയ കെട്ടിടത്തിനെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഇത്തരം ഇഷ്യൂസിനകത്ത് എന്തുമാത്രം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിൾ ആണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒരു പ്രശ്നമാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതിനുശേഷം മാത്രമേ നമുക്ക് സൊല്യൂഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം, അല്ലെങ്കിൽ ഇത് ഗവൺമെൻറ്റിനെ കൊച്ചാക്കാൻ വേണ്ടി പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമീപനം കാണുന്നുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സിസ്റ്റത്തിലിപ്പോൾ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സാമാന്യം മെച്ചപ്പെട്ടതാണ്, ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് പറയാം. പക്ഷേ അതൊരു പുതിയ സംഭവമല്ല.